അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകളെ ഞാൻ ദജ്ജാലുകളാണ് എന്നും കസ്സാബുകളാണ് എന്നും കഴുതകളാണ് എന്നും അടുപ്പും കല്ലുകളാണ് എന്നും തുടങ്ങിയ പല പ്രയോഗങ്ങളും എന്റെ രണ്ട് മൂന്ന് വീഡിയോയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ശരിയായില്ല, വളരെ മോശമായി പോയി. അവർ പ്രായമുള്ള ആളുകളല്ലേ, വലിയ പണ്ഡിതന്മാരല്ലേ, ഒരുപാട് കിതാബോധി പഠിച്ചവരല്ലേ, നിനക്കെന്ത് യോഗ്യതയാണ് അവരെയൊക്കെ പറയാൻ? നിനക്കെന്ത് അർഹതയാണുള്ളത്? നിനക്ക് എന്തറിയാം? നീ എന്ത് ഇൽമാണ് നേടിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നു. അതിനുള്ള ഒരു റിപ്ലൈ ആണ് ഞാനിപ്പോൾ ഇവിടെ നൽകുന്നത്. ഒരിക്കലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലെ ബന്ധമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോവുകയോ ഒന്നും അടിച്ചു മാറ്റുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം എന്റെ വീട്ടിൽ വരികയോ ഒന്നും അടിച്ചു മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് കടമണിക്കോ ഇല്ലെങ്കിൽ അയാൾ എന്നിൽ നിന്ന് കടമണിക്കോ, അങ്ങനെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധമില്ല. എ പി സമസ്തയിലെ പല മുസ്ലിയാക്കന്മാരുമായി ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, ഇടപഴകാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സംഘടനാടിസ്ഥാനത്തിലോ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, സംഘടനാടിസ്ഥാനത്തിലോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെ ഏൽപ്പിച്ചിട്ടോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്നാൽ കഴിയുന്ന രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. എനിക്ക് അറിയുന്ന ഒരു മേഖല യൂസ് ചെയ്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നതിനപ്പുറം ഇതിൽ പ്രത്യേക ലാഭമോ അല്ലെങ്കിൽ പ്രത്യേക ആരെങ്കിലും പ്രോത്സാഹനമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സപ്പോർട്ടോ ഇതൊന്നും ഇതിന്റെ പിന്നിലില്ല. പിന്നെ നമ്മൾ ചില നോട്ടുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചില ആളുകളോട് ക്ലിപ്പുകൾ ചോദിക്കും, ചില ആളുകളോട് പുസ്തകം ചോദിക്കും. അങ്ങനെ ചില ആളുകളും രേഖകളും കാര്യങ്ങളും തരുന്നു എന്നതിനപ്പുറം എന്റെ സംസാരത്തിലൊന്നും ആർക്കും ഒരു റോളുമില്ല. ആരും എന്നെ ഈ രീതിയിൽ നീ അങ്ങനെ പറഞ്ഞോ, നീ ഇങ്ങനെ പറഞ്ഞോ എന്നൊന്നും പറഞ്ഞിട്ട് ആരും തന്നെ എന്നെ ആ രീതിയിൽ ഇറക്കി വിടുന്നതൊന്നും അല്ല. ഞാനിനി മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ കൃത്യമായി ഇതൊക്കെ വീക്ഷിക്കുന്ന പല ആളുകളുമുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ട ദേവാരംഗത്തില്ല. അവരെടുക്കുന്ന എനിക്ക് കിട്ടേണ്ടത് കിട്ടും, അതിൽ എനിക്കൊരു സംശയമില്ല. അവർ പറയേണ്ടത് തന്നെ പറയും ചെയ്യും. ആ വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ കൂടുതൽ കാലം മുമ്പോട്ട് അങ്ങനെ ഒന്ന് സംസാരിച്ച് എനിക്ക് മുമ്പോട്ട് പോകാനും കഴിയുകയില്ല. ഇതൊക്കെ കൃത്യമായി അറിയാം. ഇത് ദീൻ സംസാരിക്കുകയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, തെറ്റിദ്ധാരണകളും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം മാത്രം നടത്തുകയാണ് എന്ന് സാന്ദ്രികമായി ഉണർത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ ദജ്ജാലി എന്ന പ്രയോഗം നടത്തിയതും അതുപോലെ തന്നെ അടുപ്പും കല്ലുകളാണ് എന്ന പ്രയോഗം നടത്തിയതും കഴുതുകളാണ് എന്ന പ്രയോഗം നടത്തിയതും ഒക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. അത് വെറുതെ എന്തെങ്കിലും ചീത്ത വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചില കഴുതകളുണ്ട്, അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് ശംസുലുലമ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശംസുലുലമ പറയുന്നത് തന്നെയാണ്. ജനങ്ങളെല്ലാം കഴുതകൾ, ചില കഴുതകൾ, അതാണ് അവന്റെ പിന്നാലെ എന്ന് പറയുന്ന പലപ്പോഴും നിങ്ങൾ പല ആളുകളും കണ്ടതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ വരാറുണ്ട്, ഈ കെ സമസ്തക്കാർ പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ മുസ്ലിയാക്കന്മാർ ഇപ്പോ സി എം മടവൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നെ വേറൊരാൾ ചുരുട്ടി വലിച്ചിട്ട് തുപ്പിയതും കാർക്കിച്ച് തുപ്പിയതും ഒക്കെ ഒരു തലയിൽ നിന്ന് അങ്ങനെ എടുത്തു കുടിച്ചു 15 ദിവസം ബോധം കെട്ട് വീണു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ കഴുതകളാണ് എന്ന് ശംസുലുലമ പണ്ട് പറഞ്ഞതിൽ സംശയിക്കേണ്ടത് എന്താണ്, അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ സംശയിക്കേണ്ടതില്ലല്ലോ എന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കാരണം പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വെറുതെ ഞാനിങ്ങനെ ചീത്ത വിളിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതുപോലെ തന്നെ പിന്നെ അടുപ്പും കല്ലുകളാണ് എന്ന് പറഞ്ഞതും ഈ രീതിയിൽ തന്നെയാണ്. നമുക്ക് അടുപ്പും കല്ല് പ്രയോഗം എന്തുകൊണ്ടാണ് വന്നത് എന്നത് ഞാൻ നമുക്കൊന്ന് കേൾക്കാം. അടുപ്പും കല്ല് പ്രയോഗം വന്നത് ഈ കുരുവട്ടൂർ തരീക്കത്തിന്റെ ആളുകൾ, അതായത് ഒറിജിനൽ സമസ്തക്കാരായ ആളുകൾ, അവരെ കുറിച്ച് എ പി സമസ്തയുടെ ഒരു മുസ്ലിയാർ പറഞ്ഞ ഒരു പ്രയോഗമാണ്. അതിന് കാരണം പറഞ്ഞത് ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണ്. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. തീവണ്ടി, മറ്റേ വടകരയിൽ തീവണ്ടി നിർത്തിയ ഒരു കഥ പറഞ്ഞിട്ട് ആ ക്ലിപ്പൊക്കെ കാണിച്ചുകൊണ്ട് മുസ്ലിയാർ സംസാരിച്ച സംസാരം, നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം. ചില ആളുകളെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ബദരീങ്ങളാണ്ടിനി ഇവർ ഇറച്ചി വെക്കാറുണ്ടല്ലോ ആവേശത്തോടെ, എന്നാൽ അടുപ്പ് കൂട്ടാൻ വേണ്ടി പറ്റിയ കുറേ അടുപ്പും കല്ലുകൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അദ്ദേഹം ഏതായാലും ഈ 3 അടുപ്പും കല്ലുകളെ കുറിച്ച് പറയട്ടെ. ഒക്കെയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചങ്ങാതിയുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ട്. മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മുഴുവനും ചെറുതാക്കുകയാണ്. നിരവധി ഇല്ലാത്ത സംഭവങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ ഓർത്തുപോവുകയാണ്. ഇവൻ്റെ കൂടെയുള്ള ഒരുത്തൻ പറയുന്നുണ്ട്, തലശ്ശേരി പാലത്തിലൂടെ ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുമ്പോൾ സി എം വലിയുള്ളാഹി ഇറങ്ങിയിട്ട് അതിനെ തടുത്തു വെച്ചു. തലശ്ശേരി വളപട്ടണം പാലത്തിൽ ഒരു സമയം ഇതങ്ങോട്ട് കയറി ശൈഖുനയുള്ള വാഹനം കാറ്, അതാ ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിൻ. ശൈഖുന പറഞ്ഞു അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. എന്നിട്ടോ ആ വീഡിയോ ഞാൻ കാണുമ്പം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുണ്ട്. മുഴുവൻ കമൻറ്റുകളിലും പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ തലശ്ശേരിക്കാരറിയണ്ടേ? അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളാണ് കമൻ്റ് ചെയ്യുന്നത്, ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം തന്നെ അറിയൂലാണ്. ഇങ്ങനത്തെ പച്ച കളവുകൾ സി എം വലിയുള്ളാഹിയുടെ പേരിൽ പറഞ്ഞ് സി എം വലിയുള്ളാഹിയെ ആളുകൾ വെറുക്കുന്ന, സി എം വലിയുള്ളാഹിയിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി മാറ്റിയത് ഈ അടുപ്പും കല്ലുകളാണെന്ന് പറയാതിരിക്കാൻ പറ്റൂല. ഗാന്ധിജി പറയുന്നുണ്ട്, അപ്രിയല്ലോ. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. ബദരീങ്ങളാണ്ട് നിങ്ങൾ ഇറച്ചി വെക്കാറില്ലേ, ആവേശത്തോടെ ഇറച്ചി വെക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് കുറെ അടുപ്പ് കൂട്ടാൻ വേണ്ടി കുറെ അടുപ്പും കല്ലുകൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ വ്യക്തമായി തന്നെ മുസ്ലിയാർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ അടുപ്പും കല്ലാണ്. ആ പ്രയോഗം ഈ പറയുന്ന കുരുവട്ടൂർ തരീക്കത്തിന്റെ നീർക്കോലി പറയുന്നത് പോലെ തന്നെ എ പി സമസ്തയിലെ പല മുസ്ലിയാക്കന്മാരും ഇത്തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര്? പകര ബാപ്പുട്ടി മുസ്ലിയാരും ഉള്ളൂർക്കര സഖാഫി, അതുപോലെ തന്നെ പിന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇങ്ങനെ ഇത് വരും അടുപ്പും കല്ലുകളാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ എന്താണ് എന്റേതായ രീതിയിൽ ഞാനൊരു ചീത്ത വിളിക്കാൻ വേണ്ടി പ്രയോഗിച്ച പ്രയോഗമല്ല. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളെ ഞാൻ എന്ത് വിളിച്ചു എന്ന്,
പിന്നെ ദജ്ജാലുകൾ എന്ന് വിളിച്ചു, ഈ കാന്തപുരത്തെ അടക്കമുള്ള ആളുകൾ ദജ്ജാലുകൾ എന്ന് വിളിച്ചു എന്നതാണ്. അത് എന്റെ വക ഞാൻ പറഞ്ഞതല്ല. വീഡിയോകളിൽ ഞാൻ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പിന്നെ കാര്യമാണ് എന്താണ്, യഖൂനു ഫി ആഖിറി സമാനി ദജ്ജാലുന കസ്സാബുന എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞിട്ടുണ്ട്, വഹാബ് സക്കാഫി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറയാറുള്ളത്. ആ ഒരു വിശദീകരണ പ്രകാരം ഈ ഒറിജിനൽ പിന്നെ ദജ്ജാലുകളായി വരിക ഈ ഒരു ടീമായിരിക്കും, ആര് AP സമസ്തയിലെ ആളുകളായിരിക്കും എന്ന് പറയാം. അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. നമുക്ക് ആദ്യം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത് നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവർ വരും, ധാരാളം കളവ് പറയുന്നവർ വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും, ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വരുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുലർച്ചയെന്നോണം ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ പല ഭിന്നതകളും നാം കാണുന്നു. മനസ്സിലായല്ലോ. നമ്മുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പല വാദങ്ങളും കൊണ്ടുവരും, ഒരുപാട് കളവുകൾ പറയും. ഈ ഒരു കാരണത്താലാണ് ദജ്ജാലുകൾ കസ്സാബുകൾ, അത് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കാരണം തന്നെയാണ് എനിക്കും പറയാനുണ്ടായത്. മനസ്സിലായല്ലോ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അതിന് ഒരുപാട് ഇൽമൊന്നും വേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ. ഈ പറയുന്ന തട്ടിപ്പുകളെയും തരികളെയും കാണിക്കാൻ ഒരുപാട് ഇൽമൊന്നും വേണ്ട. ഇനി തെറി വിളിക്കാനാണെങ്കിൽ ഇൽമ വേണോ? അപ്പൊ കാന്തപുരത്തെ ഞാൻ തെറി വിളിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്, മോശപ്പെടുത്തി പറഞ്ഞു. അതിന് വലിയ ഇൽമൊന്നും വേണം. അവരെക്കാളും വലിയ ഇൽമോ ഇല്ല, അവരത്തോളം ഇൽമോ ഇല്ലെങ്കിൽ ആവറേജ് ഇൽമോ ഒന്നും വേണ്ടല്ലോ. വായിക്ക് തോന്നിയത് കോത കാട്ട് എന്ന രീതിയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ, തോന്നിയ പോലെ വായിക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞ തെറികൾ ഞാൻ വേറെ കാണിച്ചിരുന്നുണ്ട്. ഇൽമ ഉണ്ടായിട്ട് പോലും തെറി വിളിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ. അപ്പോ പിന്നെ കാന്തപുരത്തെ പിന്നെ ഇവരെയൊക്കെ ഞാൻ എന്തിനാണ് പറഞ്ഞത്, അതിന്റെ ഒരു ചെറിയൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തമാശ തോന്നണില്ലേ? ഇത് തോന്നണില്ലേ അല്ലേ? ആരോടാണ് ഈ കളി? പാവപ്പെട്ട ഒരാളെ മീൻ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാണ്. അപ്പൊ വിഭവ സമാഹരണം 10 രൂപ പാവ അയാൾ കൊടുത്തു. ഇത് കൊണ്ടേ കൊടുക്കണ ആർക്കാണ്? സഞ്ചരിക്കാൻ GMCയും ടയോട്ടയും ഇസുസുവും റോൾസ് റോയ്സും അങ്ങനെ ലോകത്തിലെ 1-ാം നമ്പർ ബ്രാൻഡ് കാറുകളെ നിരത്തിയിട്ടതിൽ ഇഷ്ടമുള്ളതിൽ ആർഭാടപൂർവ്വം യാത്ര ചെയ്യുന്ന നേതാവിന്റെ മുമ്പിലേക്ക് പട്ടിണിപ്പാവത്തിന്റെ അവസാന തന്നത്തിൽ നിന്നും ഒരു പിടിവാരി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മനസാക്ഷി വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതിന് നാടൻ ശൈലിയിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. വേദന തോന്നുന്നില്ലേ സുഹൃത്തുക്കളെ? നോക്കൂ, കോഴിക്കോട് തിരുവനന്തപുരത്ത് ഇപ്പൊ സമ്മേളനത്തിന് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന് മുമ്പ് ഒരു പരിപാടിക്ക് പോയപ്പോൾ തിരുവനന്തപുരം മുഴുവൻ ഞാൻ കറങ്ങി. എന്തിന്? കഴിഞ്ഞ കേരള യാത്രയിൽ കാര്യമായി പിരിവ് നടത്തി 1 ലക്ഷം രൂപ തരുന്ന കമ്മിറ്റിക്ക് 5000 രൂപയുടെ സമ്മാനം. ഭയങ്കര സമ്മാനമാണിത്. അതായത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ബിസിനസ്സാണിത്. അത് തുറന്നാണ് പറയാൻ നമ്മൾ. അങ്ങനെ പിരിച്ചുണ്ടാക്കിയ സർവ്വ സൗകര്യങ്ങളോടും കൂടി നേതാക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനാ ആസ്ഥാനം എവിടെയെന്ന് അന്വേഷിച്ച് തിരുവനന്തപുരം നടന്നപ്പോ ഒരു സ്ഥാനവും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പിരിവ് വേറെ. ഷാറെ മുബാറക് എന്ന് പറഞ്ഞൊരു പിരിവ് വേറെ. അത് ഒറിജിനൽ വെള്ളമാണെന്ന് പറഞ്ഞ് 1000 മുതൽ 10000 മുതൽ 5000 മുതൽ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ വേറെ. പച്ചയായും നഗ്നമായും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് ആരാണെങ്കിലും തുറന്നു പറയേണ്ടത് ധാർമ്മികതയുടെ ഭാഗമല്ലേ? അതൊരു വ്യക്തിഹത്യയോ വ്യക്തി വിമർശനമോ ആകുന്നത് എങ്ങനെ? സാമൂഹ്യമായി ഉണ്ടാകുന്ന തിന്മകൾക്ക് നേരെ കണ്ണടക്കാൻ ഒരു പ്രബോധകനാകോ? സമൂഹത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെ കണ്ടില്ലെന്നിരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുമോ? നമ്മുടെ ഉമ്മയും പെങ്ങളുടെയും വിശ്വാസം പോക്കറ്റടിക്കപ്പെടുമ്പോൾ, ഈ സമുദായം പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരാക്കി നിൽക്കേണ്ടി വരുമ്പോൾ, സൈദ്ധാന്തികമായ ഒരു പിൻബലവുമില്ലാതെ തമ്മിലടിക്കുന്നവരാക്കി ഈ സമുദായത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നത് കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയുന്നത് എന്താ? തെറ്റാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുമോ? അപ്പൊ പറയും ഇസ്മായിൽ സക്കാഫിക്ക് ഉസ്താദിന്റെ കുരുത്തക്കേടാണ് എന്ന്. അതിപ്പോ മൊത്തത്തിൽ ഹോൾസെയിലും റീറ്റെയിലും കുരുത്തും കുരുത്തക്കേടും വിൽക്കുന്ന സ്ഥലമാണ് അവിടെ. കുരുത്തക്കേട് എത്ര വെച്ചാൽ തന്നോളി, കുരുത്തം തരാഞ്ഞാ മതി. കുരുത്തക്കേട് 2 ലോഡാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു തുള്ളി കുരുത്തം തന്നാണ്ടല്ലോ മനുഷ്യന്റെ ഗതികേട് പറയേണ്ടി വരില്ല. ഇതുപോലെ ആവുക എന്നത് ആലോചിക്കാനേ വയ്യ. ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരി
ആർഭാടപൂർവ്വം ജീവിക്കുന്നവനാവുക എന്ന് ചിന്തിക്കുന്നത് ഒരു ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപഹാസ്യമാണ്. സമൂഹത്തിൽ വിശ്വാസത്തെ വിറ്റ് കാശാക്കി അതിനെ വീണ്ടും വിഭജിച്ച് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരുടെ കയ്യിൽ കത്തി കൊടുക്കുന്നതിനേക്കാൾ മോശമായ സ്വഭാവം എന്താണുള്ളത്? ഏതായാലും പോട്ടെ, തൊഴിലാളി സമ്മേളനം, വനിതാ സമ്മേളനം, അടുക്കള സമ്മേളനം, വിഭവ സമാഹരണം ഒക്കെ നടന്നു. ഈ ഗെയിം എല്ലാം കൂടി ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അതിന്റെ ഇടയിലാണ് കൈതപ്പൊയിൽ കൊണ്ടുപോയിട്ട് ഒരു തറക്കല്ലിടൽ. ഏതായാലും ഇസ്മു മുസ്ലിം തമ്മിലൊരു ബന്ധമുണ്ട്. യഹ്മിലു അസ്വാറ എന്ന് പറഞ്ഞൊരു കൗമ്, കിതാബ് ഇല്ലായിട്ടല്ല, കിതാബ് ഓതിപ്പടിക്കായിട്ടും അല്ലല്ലോ അവര്, ആണോ? അല്ലല്ലോ. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവർക്ക് തന്നെ മനസ്സിലാണ്ട് തെറ്റാണെന്ന്. ഒരു സാധാ സീതാ മനുഷ്യന് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ജനങ്ങളെ പങ്കാളിത്തം കുറഞ്ഞു വരുന്നത്, അല്ലേ? കേട്ടില്ല സഹോദരങ്ങൾ, ഇതൊക്കെ AP സമസ്തയിൽ ഉണ്ടായ ഉസ്താദുമാരാണ്. അവർ EK സമസ്തയിൽ വന്നിട്ട് ആ AP സമസ്തക്കാർ നടത്തുന്ന കരിഞ്ചന്തകളെ കുറിച്ച് പറയുകയാണ്, ഇവർ തട്ടിപ്പുകളെ കുറിച്ച് പറയുകയാണ്. ഈ അർത്ഥത്തിലാണ് ദജ്ജാലി എന്ന് പറഞ്ഞത്. നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? സമസ്തക്കാർ മുജാഹിദുകൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. നബിദിനം ആഘോഷം, അതിന് തെളിവായി അള്ളാന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കാറില്ല ഇവർ. എന്താണ് സൂറത്ത് യൂനിസിൽ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. കൊട്ടപ്പുറം സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് OM തരുവണ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ലേഖനം, ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പരിശോധിച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിരവധി ആയത്തുകൾ കാന്തപുരം ഉസ്താദ് ഓതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആര് പഠിപ്പിച്ച ദീനാണിത്? ഖുർആൻ അങ്ങനെ ഏത് ആയത്താണുള്ളത്? അതുപോലെ തന്നെ ഇവരുടെ വാദം എന്താണ്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. വല്ല നീലെത്തും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനും നിങ്ങളുടെ കൽബകം എന്നവർ ഈ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. മനസ്സിലായല്ലോ? എങ്ങനെ ഈ വാദങ്ങൾക്ക് തെളിവായിക്കൊണ്ട് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന 55-ാമത്തെ ആയത്ത് തെളിവായി ഓതാറില്ലേ? ആര് പഠിപ്പിച്ചെന്നതാണ്? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് ബോധ്യപ്പെടും. ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ നയിക്കുകയാണ് എന്ന് ബോധ്യപ്പെടും. പിന്നെ എന്ത് കിതാബോധി പഠിച്ച് വലിയ ആലിമുൽ അല്ലാമയാണ്, എന്ത് പ്രായം അതിനൊക്കെ? മരിച്ചാൽ നരകത്തിലേക്കല്ലേ പോകുന്നത്? ഇത്തരത്തിൽ പിഴച്ച വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കല്ല. ഇവർ കാന്തപുരസ്ഥാനെ നരകത്തിലേക്ക് അയച്ചിരുന്നൊന്നും പറഞ്ഞിട്ടൊന്നും സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയാണ്. കാന്തപുരം നരകത്തിലാണോ സുഖത്തിലാണോ എന്നൊന്നും ഇവിടെ വിധിയതാണെന്നുള്ള ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാനിവിടെ ദജ്ജാലി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അതേപോലെ തന്നെ എന്താണ് അടുപ്പും കല്ലാണെന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അതേപോലെ തന്നെ പിന്നെന്താണ് കഴുതകൾ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം എന്താണ്? അതൊക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞാൻ കടമായി എടുത്ത് സംസാരിച്ചു എന്നേ ഉള്ളൂ. അവരാരും ഇത് തെറി പറയാനാണ് വിളിച്ചത് എന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ചില പ്രയോഗങ്ങൾ നടത്തിയത്, അതായത് അവരെ വിലവിളിച്ചത് അവരെ വിളിച്ചത് ഒന്നുമല്ല വിഷയം. ഇങ്ങനെയുള്ള ചില സംഗതികൾ പറഞ്ഞു തരാമെന്ന ലക്ഷ്യത്തോടെയാണ്. ഇനി നിങ്ങൾ ഇപ്പം വലിയ സംഭവമായിട്ട് പറഞ്ഞതുകൊണ്ട്, ഞാനിപ്പോൾ പറഞ്ഞത് വലിയൊരു സംഭവമാണ് എങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല അതിനേക്കാളും വലുതൊന്നുമല്ലോ നിങ്ങളെ കാന്തപുരം. ലോകപ്രശസ്ത പണ്ഡിതനാണ് കാന്തപുരം. ലോകപ്രശസ്ത പണ്ഡിതനൊന്നല്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അത്ര വലിയ പ്രവറിൽ ഒരു ഗ്രന്ഥം കാണിക്കാൻ വേണ്ടി പറ്റുമോ? എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പേരിൽ എത്ര ഗ്രന്ഥങ്ങളുണ്ട്? മനസ്സിലായല്ലോ, എത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോ ഹറമിന്റെ ഒക്കെ ഇമാമായ അതിന്റെ ഭരണാധികാരിയായ ഷെയ്ഖ് സുദൈസിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് തന്നെ പറയുന്നത് മുസ്ലിയാക്കന്മാർ പോലും പലപ്പോഴും കാണിക്കാറുണ്ട്. മനസ്സിലായല്ലോ. ആ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ ഇവർ പച്ചത്തെറി വിളിക്കാറില്ലേ? നമുക്ക് ഷെയ്ഖ് സുദൈസ് പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കാം. أسفرت عن التمكين المكين لهذا الدين المتين بعد المراغمة مع جحافل الزيغ والباطل التي اندحرت بفضل الله فليلة العرنين. وكان من هذه الدعوات المباركات الطيبات الزاكيات دعوة الإمام المجدد إمام الدعوة الشيخ محمد بن عبد الوهاب رحمه الله وطيب ثراه. قد قام في الدنيا مقام هداية يدعو إلى التوحيد والإيمان وأضاء نورا لم يزل متألقا يهدي به لله كل أواني. لقد كانت دعوة الإمام محمد بن عبد الوهاب رحمه الله دعوة تجديدية لمن درس من معالم الملة والدين، تصحيحية لما فسد من معتقدات بعض المسلمين، حاربت البدع والخرافات والآراء الشاذة والضلالات. لم تكن دعوة إلى دين جديد ولا إلى مذهب خامس، بل ترسمت هدي سيد الأنبياء والصحابة الأصفياء والتابعين الأوفياء في العمل بالكتاب والسنة، وهي بريئة كل البراء عن مباءات التكفير ومنهج الخوارج الخطير. ومع ذلك
لقيت هذه الدعوة الإصلاحية من المزاعم والافتراءات والتشويه والشائعات الغفير والكثير. ومع أننا في زمن المعلومة الصحيحة وإمكان معرفة الحق والحقيقة، إلا أن وصمها ولمزها وأهلها بالوهابية لا يزال صداه يطرق مسامع കേട്ടില്ല സഹോദരങ്ങളെ, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല മുജദ്ദിദാണ് എന്ന് പറയുന്നത്, ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ദീനിന് വേണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. ആ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് പാച്ചത്തേറി റഹ്മത്തുള്ളാഹി ഖാസിം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ലോകം കണ്ട ക്രൂരനായ കൊള്ളക്കാരനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ക്രൂരനായ കൊള്ളക്കാരൻ. അയാൾ ഒരു മുസ്ലിം നേതാവ് പോയിട്ട് നവോത്ഥാന നായകനോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കള്ളൻ, കൊള്ളക്കാരൻ, ക്രൂരനായ കൊള്ളക്കാരൻ. മുസ്തഫ നബി അബ്തറാക്കാൻ ശ്രമിച്ച ചരിത്രം കണ്ട തമ്മാടി എത്ര അഹ്ലു ബൈത്തിനെയാണ് വഹാബികൾ കൊന്നത്. എന്ത് വിചാരിച്ച് എന്നിട്ട് അവരെ ബഹുമാനിക്ക്, വേറെ ആളെ നോക്കണം. എന്റെ വാപ്പാന്റെ പേര് ഹംസ എന്നാ. ഹംസാന്റെ നുതുഫത്താണ് ഞാൻ. ഹംസ എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു ചൂടാ. എന്റെ ബാപ്പാന്റെ നുതുഫത്ത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നപ്പോ തന്നെ ചൂടാ. പിന്നെ ആ ചൂട് അവസാനിക്കുന്നില്ല. ലായസാരി ചൂടൻ. ഇക്കള്ളനായ വഹാബി പറയണം 1000 തെളിവ് ഞാൻ പറയും. വലു വഹദി, എനിക്കൊരാളും വേണ്ടതില്ല. ആരുണ്ടായത്? ജ്യൂസിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോ. ഇനിയും വന്നോട്ടെ, ഇനി ഒരു 10,000 പ്രശ്നക്കാര് വന്നാലും എന്റെ യൗവനം ബാക്കിയാണ്. വേടികണ്ട. ഈ ഭൂമിയിൽ മുസ്ലിം ലോകത്തെ ഇങ്ങനെ ഒരു ചതിച്ച കള്ളൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെ ഇല്ല. വഹാബികളുടെ ബാപ്പ ക്രൂരനായ കൊള്ളക്കാരനാണടാ. നേതാവോ? ആ തമ്മാടി എങ്ങനെയാ ഒരു ക്രൂരനായ കൊള്ളക്കാരൻ നേതാവുക? അയാളല്ലേ മുസ്ലിം സമുദായത്തിന് ടെററിസം എന്ന പേര് കയറ്റിയത്? എത്ര ഉലമായിനെയാ കൊന്നത്? എത്ര സയ്യിദന്മാരെയാ കൊന്നത്? സയ്യിദന്മാരെ കൊല്ലുന്നവർ ആരാ? അബ്തർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചരിത്രത്തിൽ യസീദ് ഒരു അബ്തർ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു അബ്തർ. അല്ലാഹു എന്തുകൊണ്ടാണ് ക്രൂരനായ കേട്ടത്തൊന്നും അവന്റെ മർക്കസിൽ വന്നിട്ട് എന്തൊക്കെ അടിച്ചു മാറ്റി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സമസ്തയിലെ മുസ്ലിയാക്കന്മാരെയൊക്കെ തച്ച് കൊന്നിട്ടുണ്ട്. പച്ച കളവല്ലേ പറയുന്നത്. ഇനി ഇതേ കാര്യം തന്നെ ആര്, നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത് നമുക്ക് കേൾക്കാം. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇതേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വഹാബ് സക്കാഫി പറയുന്നുണ്ട്. പേരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചുകൊണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്ത ഇമാമിങ്ങൾ മുഴുവനും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പോലും നബി തങ്ങളെ ഖബറിന്റെ അടുക്കൽ പോയി സഹായം തേടിയത് സഹീഹായ ഹദീസിൽ ഇമാം ബുഖാരിയുടെ ഗുരുവര്യരും ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും ഒരു ധാരാളം തെളിവുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ഇബ്നു അബ്ദുൽ വഹാബ് എന്ത് വാദിച്ചു? റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയവൻ അവൻ അബൂജഹലിനെ കാണും വലിയ മുശ്രിക്കാണെന്ന് വാദിച്ചു. ആ വാദത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത്തൗഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. ആ പുസ്തകം സുബ്ഹാനല്ലാഹ് അറബിയിൽ കവിതയാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അതാ സ്ഥാപനത്തിൽ കയറി ഇരുന്ന് ശമ്പളം വാങ്ങുന്ന മനുഷ്യന്മാരുടെ എന്ന് കേട്ടപ്പോ മനസ്സിലുണ്ടായ പെടക്കല് വെറുതെ ചെറുതല്ല കേട്ടോ. സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ ആര് ഇറങ്ങിയാലും എവിടുന്ന് ഇറങ്ങിയാലും അത് നോക്കി നിൽക്കുമെന്നാരും തെറ്റിദ്ധരിക്കണ്ട. സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയും. അത് നന്നായി സമൂഹത്തെ മുമ്പ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും സമൂഹത്തെ ബോധ്യപ്പെടുത്തും. ഒരാൾക്കും അതിൽ സംശയം വേണ്ട. അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിം വൽ ഇസ്മ വഅക്ലിഹിം അസ്സുഹത ലബീസ മാ കാനൂ യസ്നഊൻ. ജൂതന്മാർ പിഴച്ചുപോയത്, ക്രിസ്ത്യാനികൾ പിഴച്ചുപോയത്, അവരെ പണ്ഡിതന്മാർ അവരതാ സത്യം തുറന്നു പറഞ്ഞില്ല, തെറ്റായ ആശയങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ല, തെറ്റായ വിധത്തിൽ പണം സമ്പാദിക്കുമ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് പൂർവകാല സമുദായം പിഴച്ചുപോയതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലഅനത്തോടെ മരിക്കാൻ പറ്റില്ല. സത്യം തുറന്ന് പറഞ്ഞിട്ടേ മരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. അറിവില്ലാത്തതിന്റെ പേരിൽ, തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ആരെങ്കിലും അത്തരം ആശയത്തിൽ പെട്ടുപോയവരോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു പോയവരോ ഉണ്ടെങ്കിൽ അവരൊക്കെ തൗബ ചെയ്യണേ. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചുവന്ന് സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തണേ. ഇത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലക്ക് വസിയ്യത്തായി ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടില്ല ആരോപണം റസൂലുള്ളാഹിയൊക്കെ നിന്ദിച്ചുകൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ നിരന്തരം നടത്തുന്ന ആളുകൾ. എന്നാൽ ഇവരുടെ പരമ്പരയിൽപ്പെട്ട കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതൻ തന്നെ എഴുതി വെച്ചില്ലേ? എന്താണ് എഴുതി വെച്ചത്? ഇത് നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് വോയിസ്? സുന്നി വോയിസ്. ആരാണ് എഴുതിയത്? ഞങ്ങളെ വക ഇറക്കിയതല്ല, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഇറക്കിയ പുസ്തകം. അതിലെന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്താണ് ഇവിടെ എഴുതിയത്? പ്രവാചകനെ നിന്ദിച്ചതാണോ അല്ല വാഴ്ത്തി പറഞ്ഞതാണോ? എന്താണ്? പ്രവാചകൻ സഹാബകളെ കുറിച്ച് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടിയാണെന്ന്, ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാൻ വേണ്ടിയാണെന്ന് സദഖത്തുല്ലാ മുസ്ലിയാർ എഴുതി വെച്ചു. ഏതാണ് ഈ സദഖത്തുല്ലാ മുസ്ലിയാർ? ഇത് എഴുതിയത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, മുജാഹിദുകാരനെ ആരോപണം ഉന്നയിച്ചതല്ല. നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ എഴുതിയത്, നിങ്ങളുടെ നേതാവ് എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സദഖത്തുല്ലാ മുസ്ലിയാർ ആരാണ്? പരമ്പര നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഏതായാലും മഹാനായ കണ്ണിയത്ത്, ഇത് പരമ്പരയാണ്. പിന്നെ ഏതായാലും മഹാനായ കണ്ണിയത്ത് കള്ളനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സിൽസില മേപ്പോട്ട് എണ്ണുമ്പോൾ ഞങ്ങൾ കീഴ്പോട്ട് എണ്ണുകയാണ്. ഓച്ചിറ ഉസ്താദ്, അവിടുത്തെ ശിഷ്യൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അവിടുത്തെ ശിഷ്യൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, കെ സദഖത്തുല്ലാ മുസ്ലിയാർ, അവരുടെ ശിഷ്യൻ EK അബൂബക്കർ മുസ്ലിയാർ, പിന്നെയോ OK സൈനുദ്ദീൻ മുസ്ലിയാർ, അവരുടെ ശിഷ്യൻ AP അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ. ഇങ്ങനെ എണ്ണുകയാണ്. മനസ്സിലായില്ല? AP ഉസ്താദ് അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് കുറെ പണ്ഡിതന്മാർ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഈ രീതിയിലൊക്കെ എണ്ണുകയാണ്. ഈ ആളാണ് എഴുതി വെച്ചത്. എന്താണ്? സദഖത്തുല്ലാ മുസ്ലിയാർ, ഇവരുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട സദഖത്തുല്ലാ മുസ്ലിയാരാണ് എഴുതി വെച്ചത്. ബദറിലേക്ക് പ്രവാചകൻ സഹാബാക്കൾ പുറപ്പെട്ടത് വഴിയാത്രക്കാരെ കവർ ചെയ്യാനാണ്. ഈ ക്രൂരത ഇവർ തിരുത്തിയോ? ആ മനുഷ്യൻ തിരുത്തിയിരുന്നത് അതൊക്കെ ഒന്ന് കാണിക്കണം. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇവരുടെ ആളുകൾ തന്നെ എഴുതി വെച്ചതാണ്. മനസ്സിലായി? അതുപോലെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും ഇവർ എഴുതി വെച്ചത്. ഇനി ഇവർ പറഞ്ഞു വെച്ചത് നമുക്ക് കാണിക്കാൻ പറ്റും. പാച്ചത്തെറികൾ വിളിച്ചത്. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ കുറിച്ച് ഇവരിപ്പോ പലതും പറയും, നമ്മൾ കേട്ടല്ലോ. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, അതുപോലെ തന്നെ വഹാബ് സക്കാഫി, ഇങ്ങനെയുള്ള പല ആളുകളുടെയും പ്രഭാഷണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ സഹോദരങ്ങൾ? എന്നാൽ ഇവരുടെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന് തറക്കല്ലിട്ട സയ്യിദ് അലവി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം എന്താണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞത്? നേരത്തെ ഷെയ്ഖ് സുദൈസ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ, മുജദ്ദിദ് എന്ന്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ലേ? അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ചിട്ടില്ലേ? സഹോദരങ്ങൾ, ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ മോശപ്പെടുത്തിക്കൊണ്ട് കാസിമി, അതേപോലെ തന്നെ വഹാബ് സക്കാഫി, പേരോട് സക്കാഫി, കാന്തപുരം, ഉള്ളൂർക്കര സക്കാഫി തുടങ്ങിയ മുസ്ലിയാക്കന്മാരൊക്കെ നിരന്തരം പേജുകളിലുമായി സംസാരിക്കുന്നുണ്ട്. പല ആരോപണങ്ങളും, ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ കൃത്യമായി ഇവരുടെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന് തറക്കല്ലിട്ട, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സയ്യിദ് അലവി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ കൃത്യമായി റദ്ദ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ മുസ്ലിയാക്കന്മാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഇതൊന്നും കണ്ണടച്ചിരുട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ, എന്താണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ചെയ്ത് തെറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവർ നടത്തുന്ന വിശ്വാസം, ഈ ഇസ്തിഹാസ വിശ്വാസം, അതുപോലെ തന്നെ ശിർക്ക് കുഫ്ർ പരമായ വിശ്വാസങ്ങൾ, ബിദഅത്ത് പരമായ വിഷയങ്ങളിലൊക്കെ പിന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇതിനൊക്കെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതല്ലാതെ അദ്ദേഹം ആരെയും കൊല്ലാനോ ആരെയും തല്ലിച്ചു പൊളിക്കാനോ ഒന്നിനും അദ്ദേഹം ആർക്കും നേതൃത്വം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ആ രീതിയിൽ രംഗപ്രവേശനം നടത്തുകയോ ചെയ്തിട്ടില്ല. അഹമ്മദ് സൈനി ദഹ്ലാനെ പോലെയുള്ള അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ കസ്സാബുകളാണ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ആളുകൾ എഴുതി വെച്ച് ചില പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള എന്തായാലും ഈ പറയുന്ന കാന്തപുരത്തെ പോലെയല്ലല്ലോ, ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ ആരെ പോലെയല്ലല്ലോ, വലിയ പണ്ഡിതനാണല്ലോ. ആ പണ്ഡിതനെ പച്ചത്തെറി വിളിച്ച ടീമാണ്. അവരെ ഞാൻ ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞ ചില പ്രയോഗങ്ങൾ എടുത്തു വെച്ച് അത് അവിടെ പിന്നെ യൂസ് ചെയ്തു എന്നത് വലിയ തെറി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു രംഗം കാണിച്ചുതരാം. വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ഞാൻ മുസ്ലിയാക്കന്മാർ വിളിച്ച പല തെറികളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. പല തെറികളുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച പല തെറികളും. പക്ഷേ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ ചില തെറികൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതിന്റെ കൂടെ കാണുക. ഇത് ഹുവൈൽ യൂസഫ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ചർച്ചയാണ്. അദ്ദേഹം കേട്ട തെറികളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നിങ്ങള് ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താണ്. കാരണം അദബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾ ഏത് അദബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇവരെ അദബ് നമ്മൾ കേട്ടല്ലോ, കൃത്യമായി തന്നെ ഇവരെ അദബ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാൻ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അഇന്നി വലാ തുഇൻ അലയ്യ വൻകുല്ലി വലാ തംകുർ അലയ്യ വൻസുന്നി അലാ മൻ ബഗാ അലയ്യ. അല്ലാഹുമ്മ സബ്ബിത് ഹുജ്ജതി വഹ്ദി ഖൽബി വസദ്ദിൽ ലിസാനി വസലിൽ സഖീമത സദ്രി. സഹോദരന്മാർ, സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ ഒരു ഗ്രൂപ്പിൽ തൗഹീദ് വേഴ്സ് ഷിർക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നമ്മൾ സഹോദരൻ VPM അലി എന്ന് പറയുന്ന സഹോദരനെ ആഡ് ചെയ്തിരുന്നു. അദ്ദേഹം ആഡ് ചെയ്തപ്പോൾ എൻ്റെ ശബ്ദം കേട്ട ഒരു വ്യക്തി
അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം നമ്പർ 77124228. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വോയിസ് നമുക്ക് കേൾക്കാം. ദഹ്ലാനെ പറ്റി തെറി വിളിച്ച സുഹൈരി യൂസുഫ് തന്നെയാണോ അത്? പൊന്നാണി സംവാദത്തിൽ ഒരു മാനസിക രോഗി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞതിൽ അബദ്ധമുണ്ട് എന്ന നിലയ്ക്ക് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ആ വോയിസ് നമുക്ക് കേൾക്കാം. എന്നെ തെറി പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ അത് പൊന്നാനിയിലല്ല, അത് വിവരമില്ലാത്ത നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ കോഴിക്കോട് വെച്ചിട്ടാണ് നടത്തിയത് എന്നുള്ളത് അദ്ദേഹത്തിനോട് ഞാൻ തിരുത്തി കൊടുത്തു. അത് തിരുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം ആ വോയിസിന് കൊടുത്ത മറുപടി നമുക്ക് കേൾക്കാം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ AP സമസ്ത, ഇങ്ങനെ തന്നെ സംസാരിക്കണം. ഈ നമ്പർ 0507712428 എന്ന് പറയുന്ന മുഹമ്മദ് കബീർ എന്ന് പറയുന്ന സഹോദരൻ ഇങ്ങനെ തന്നെ സംസാരിക്കണം. പട്ടിയുടെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ള ആളാണെന്നൊക്കെ രീതിയിലുള്ള സംസാരമുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ സംസാരിക്കും. കാരണം ഇത് AP സമസ്തക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലാതെ വേറെ ആരും തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കില്ല. അപ്പോൾ ഇത് കൃത്യമാണ്, അവരങ്ങനെ സംസാരിക്കുള്ളൂ. കാരണം അവരങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, അവരങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. മൂലവികൾ കിലാബുകൾ തന്നെ ഖാല റസൂലുള്ളാഹി. നിങ്ങളെ നായിന്റെ മക്കളെന്ന് വിളിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചതാണോ? റസൂല പറഞ്ഞു കിലാബു അഹ്ലിന്നാറാണെന്ന്. അപ്പൊ പിന്നെ റസൂലുള്ളാഹിക്ക് സംസ്കാരം ഇല്ലെന്നാണോ പറയുന്നത്? മുജാഹിലുകളെല്ലാം ബിദ്അത്തുകാരാണ്, ബിദ്അത്തുകാരൊക്കെ കിലാബു അഹ്ലിന്നാറാണ്. നരകത്തിൽ കിടക്കേണ്ട നായികളാണ്. ആ നായികളിൽ ജനിച്ചുണ്ടായ ഈ വഹാബികൾ നായിന്റെ മക്കൾ തന്നെയാ. അവൻ ഫോട്ടോ ഇടുന്നുണ്ടല്ലേ, ഹമുക്ക് ഷെയ്ത്താൻ നായിന്റെ മോൻ. അതുകൊണ്ടാണ് നീ സൈനി ദഹ്ലാന്റെ പേരില് ആ ജാതിയൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കദ്ദാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ നമ്മുടെ ഇന്ത്യയിലെ മണ്ണിൽ തന്നെ ഷെയ്ഖ് നസീർ ഹുസൈൻ ദഹ്ലവിയുടെ ശിഷ്യനായിട്ടുള്ള ബഷീർ സഹ്സവാനി അദ്ദേഹത്തെ സിയാദുൽ ഇൻസാനിൽ അദ്ദേഹത്തിന്റെ കളവുകൾ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കദ്ദാബ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ അത് പറഞ്ഞതോടെ നമ്മൾ എന്തായി പട്ടിയുടെ മക്കൾ എന്ന രീതിയിൽ വിശേഷിക്കപ്പെടുന്നു. ഇന്ന് കേട്ടുള്ള സഹോദരന്മാരെ, ഇത് കമറു എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ നമ്മുടെ ഈ AP സമസ്തക്കാരുടെ ഒരു പ്രത്യേകതയാണ്, അവർ പറയുന്ന കേൾക്കാം നമുക്ക്. എന്തിനാളാ നായിന്റെ മോനെ ഈ വക പരിപാടിക്ക് നിക്കണത്? തന്തൊക്കെ ഇതിലുള്ള പരിപാടി ചെയ്യടാ, പട്ടിക്കുണ്ടായ നായിന്റെ മക്കളെ. മനസ്സിലായില്ലേ? ഇതാണ് AP സമസ്തക്കാർ. ഇങ്ങനെയോ AP സമസ്തക്കാർ പ്രതികരിക്കുള്ളൂ. കാരണം ഇത് അവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇവർ മാത്രമാണ്. കാരണം വേറെ ഏതൊരു ഗ്രൂപ്പ് പോയി കഴിഞ്ഞാലും ഇങ്ങനെ പട്ടിയുടെ മകനും അതുപോലെ നായിൻ്റെ മകനൊക്കെ ഒരിക്കലും തന്നെ പറയില്ല, വേറെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ പറയില്ല. കാരണം ഇവർ എന്തുകൊണ്ട് പറയിച്ചില്ല, ഈ കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി, അവർ സംഘടനയിലെ പണ്ഡിതന്മാർ, ഇവർ നടത്തിയുള്ള തർബിയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ രണ്ട് വ്യക്തികൾ. അപ്പോൾ സഹോദരന്മാരെ, ഈ തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ടു നിൽക്കുക എന്ന് മാത്രമേ ഇതിനെ പറ്റി പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് സൈനി ദഹ്ലാൻ അദ്ദേഹം കദ്ദാബാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഒരു സംവാദം ഒരുങ്ങുന്നുണ്ട്. അല്ലാഹു തആല അത് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അപ്പോൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവിടെ ഇവരുടെ തനി നിറം കാട്ടുമ്പോൾ ഇവർ കൊടുക്കുന്ന ഒരു ന്യായമുണ്ട്, ഒന്ന് കേൾക്കാം. നിങ്ങളെ ഈ വീഡിയോയോട് കൂടെ തന്നെ നിങ്ങളെ കോട്ട കഴിഞ്ഞിരിക്കുന്നു. ഇനി അഡ്മിൻ പറഞ്ഞാൽ എന്താണ് കോട്ട കഴിഞ്ഞിരിക്കുന്നത്? കൃത്യമായി തന്നെ ഇവർ നടത്തുന്ന അവരുടെ നല്ല രീതിയിലുള്ള സംസാരങ്ങളാണ് ഇവർ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ കക്ഷികളെ സംബന്ധിച്ച് നമ്മളെ മൗലവി എന്ന് പറഞ്ഞ മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള് മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ ഇന്നലെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരുമാകോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരുമാകോ?
അപ്പോൾ അത് അദ്ദേഹം വീട്ടിലെ മുസ്ലിയാക്കന്മാരുടെ തെറികളും അതുപോലെ തന്നെ പിന്നെ സുഹൈൽ യൂസഫ് ഇതേ അഹമ്മദ് സൈനി ദലാന്റെ വിഷയത്തിൽ നടന്ന ഒരു പിന്നെ ആരോപണവും കാര്യങ്ങളൊക്കെയാണ്. അതിൽ അവർ വിളിച്ച പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഈ അഹമ്മദ് സൈനി ദലാനെ ചീത്ത വിളിച്ചത് ഞങ്ങളൊന്നും അല്ല, അതൊക്കെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, അദ്ദേഹം കള്ളനാണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ, അതല്ലാതെ ഞങ്ങളെ വക പറഞ്ഞതല്ല. ഇനി ഇപ്പോ ഞാൻ വലിയ ചീത്ത വിളിച്ചു, ഞാൻ വലിയ തെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവരൊക്കെ വലിയ ആലിമുൽ അല്ലാമമാരാണ് എന്നാണല്ലോ. അതാ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ കെ സമസ്തക്കാർ വിളിക്കുന്ന ഒരു തെറി കേൾക്കാം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് നമ്മുടെ നാട്ടിന്റെ സമീപത്ത് നടന്ന ഒരു മുദ്രാവാക്യം കേൾക്കുകയുണ്ടായി. ആ മുദ്രാവാക്യം എനിക്കൊരാൾ കേൾപ്പിച്ചപ്പോ എന്താണ് മനുഷ്യൻ ഇങ്ങനെയും ആയിപ്പോകുമോ എന്ന് ഞാൻ ധരിച്ചുപോയി. വാസ്തവത്തിൽ ആ മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർ സാധാരണക്കാരാണ്. അവർക്ക് അത് വിളിക്കാൻ പ്രചോദനം നൽകിയ ഒരു വിഭാഗമുണ്ട്. അത് പണ്ഡിതന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, മാതൃഭൂമി 2013 നവംബർ 7 വ്യാഴാഴ്ച പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം എന്ന് പറഞ്ഞിട്ട് നാദാപുരം EKAP വിഭാഗം സുന്നികളുടെ പോസ്റ്റർ കീറുന്നത് പതിവായ മുടവന്തേരി കുഞ്ഞിപ്പുര മുക്കിൽ പോസ്റ്റർ കീറുന്നതിനിടെ 2 പേര് പിടിയിൽ. അങ്ങനെ 2 പേര് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ആ പിടിക്കപ്പെട്ടതാണോ അല്ലേ അതൊന്നുമല്ല എന്റെ വിഷയം. ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ കീറാൻ? അതിന്റെ ആവശ്യം എന്താണ്? പോസ്റ്റർ ഒട്ടിക്കുന്നേ എല്ലാവരും ഒട്ടിച്ചോട്ടെ, ഒട്ടിക്കാത്തവർ ഒട്ടിക്കണ്ട. പക്ഷേ അതിന്റെ പേര് എന്തെല്ലാം ചെറിയ വിഷയങ്ങളാണ്, എന്തെല്ലാം ഭിന്നതകളാണ്, എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ആ മുദ്രാവാക്യം നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ അത് മോശമാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അത് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചുതരാം. കേൾപ്പിക്കണോ? എന്നാ പിന്നെ ഒന്ന് കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നെ തന്നെയാ പറയുന്നത്, കൊണ്ട് വിഷമമൊന്നുമില്ല. ഞാൻ പൊരുത്തപ്പെട്ടിരിക്കും, നിങ്ങൾ ബേജാറാവുകയും വേണ്ട. മതി. അപ്പോ ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ അധപ്പതിപ്പിച്ചത് ആരാ? ഇനിയുണ്ട്. എന്നെ സംബന്ധിച്ച്, എന്റെ താടിയെ സംബന്ധിച്ചൊക്കെ വളരെ നന്നായി പറയുന്നുണ്ട്. കള്ളത്താടി പേരോടെ പിന്നെ കണ്ടോളാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനത് കേൾപ്പിക്കണം വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ തെറി വിളിച്ച ടീമുകളൊക്കെ ഇവിടെ ആലം ദുനിയാവിലുണ്ട്. ഞാനിവിടെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം എന്ന രീതിയിൽ മാത്രം സംസാരിക്കുന്നതാണ്. അതല്ലാതെ വ്യക്തിപരമായി എനിക്ക് ഈ പറയുന്ന ഉസ്താദുമാരായിട്ട് യാതൊരു ബന്ധമോ ശത്രുതയോ ഒന്നും തന്നെ ഇല്ല. ആദർശപരമായിട്ടുള്ള വിഷയം മാത്രമാണ്. ആദർശപരമായ ശത്രു തന്നെയാണ്. ഇവർ ജനങ്ങളെ പറ്റിക്കുകയാണ്, ആത്മീയ ചൂഷണം നടത്തുകയാണ്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ ഇതിനോടുള്ള ശത്രുതയല്ലാതെ വ്യക്തിപരമായി യാതൊരു ദേഷ്യമില്ല. ഇനി എന്റെ സംസാരത്തിൽ അറിയാതെ എങ്ങാനും വല്ലതും പറഞ്ഞു പോയതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. അതല്ലാതെ ആദർശമായി പറഞ്ഞത് എന്റെ തല പോയാലും ഞാൻ അതിന് ഒരാളോട് ഞാൻ ക്ഷമ പറയില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ പുരോഹിതന്മാർ ചതിക്കുകയാണ്, അത് നിങ്ങൾ പഠനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.